ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് തുമാമേർക്കാണ് കേട്ടോ. റിയാദിൽ തന്നെ ഉള്ള സ്ഥലമാണ് കേട്ടോ തുമാമ. അവിടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. റിയാദിൽ നിന്ന് ഒരു 70 കിലോമീറ്ററൊക്കെ പോരാണ്ടാവും കേട്ടോ ഇങ്ങോട്ട്. പോരുന്ന വഴി ഇങ്ങനെ റോഡ് സൈഡിൽ ആടിനെ വിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇത് തുമാമയിൽ തന്നെയാണ്. ഇത് ഇവിടുന്ന് നമുക്ക് ചെറിയ ആട് വലിയ ആടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, ഇവിടുന്ന് തന്നെ അറുത്ത് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ആരങ്ങാണ് കേട്ടോ ഇപ്പോൾ അവിടെ കാണുന്നത്. ഈ ആടുകളൊക്കെ സൗദി ആടാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ വിൽക്കാനുള്ളതാണ്. എത്ര വെയിറ്റുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ ഇവിടെ വിൽപ്പന. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒട്ടകത്തിന് അങ്ങനെ കാണാം. ഇത് ഒട്ടകപ്പാൽ നമുക്ക് ഒരു അവിടുന്ന് കറന്ന് തരും കേട്ടോ. ഓരോരോ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന അവിടെ അതാക്കുന്ന കണ്ടില്ലേ, സ്റ്റീൽ പാത്രം കണ്ടില്ലേ, അതിലാണ് ഒരു കറന്ന് തരിക. മെയിനായിട്ട് വന്നത് ഈ ബഗ്ഗി ഓടിക്കാൻ വേണ്ടിയിട്ടേനി. പക്ഷേ ഇവിടെ ഡെസേർട്ടുകൾ കുറവായിരുന്നു. പിന്നെ ബഗ്ഗിയൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. ഇനി നല്ല തിരക്കും അതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോന്നിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മുസാമിയയിലേക്കാണ്. അവിടെ അന്നേരം നമുക്ക് നല്ലോണം ഡെസേർട്ടിൽ കൂടി തന്നെ ബഗ്ഗി ഓടിക്കാം കേട്ടോ. ഇവിടേക്ക് പോകുന്നേരം കുറച്ച് നേരത്തെ പോകണം കേട്ടോ, എന്നാലേ നമുക്ക് റൈഡ് ചെയ്യാൻ തിരക്കില്ലാണ്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു പുലാവ് റെസ്റ്റോറൻറ്റിൽ കേട്ടോ പോയത്. അടിപൊളി ടേസ്റ്റ് ചെയ്യാണ്ട് യമ്മി ഫുഡായിന് കേട്ടോ പുലാവ്. ഇവിടെ ഇങ്ങനെ ഓരോരോ പ്ലേറ്റിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സുപ്രയിൽ വിരിച്ചിട്ട് നന്നായിട്ടും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി പുലാവായിന് കേട്ടോ, മട്ടൻ പുലാവ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഡെസേർട്ടിലേക്ക് പോയി കേട്ടോ. ഇവിടെ നേരം നമുക്ക് ആ കാണുന്ന ഡെസേർട്ടിൽ കൂടിയാണ് ബഗ്ഗി ഓടിക്കുക. പിന്നെ നല്ല വലിയ വണ്ടികളും ഉണ്ടായിന് കേട്ടോ. ഞങ്ങൾ പോയ ടൈം നല്ല പെർഫെക്റ്റ് ടൈമായിന്. ഞങ്ങൾ പോയത് അവിടെ എത്തിയത് 3 മണിയൊക്കെ ആയിക്കുന്നു കേട്ടോ. 3:30 ആകുമ്പോഴേക്കും നമ്മൾ കയറി പോകണം. എന്നിട്ട് ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. ഈ ഒട്ടകങ്ങളൊക്കെ നമ്മൾ വണ്ടി നിർത്തുന്നേരം ഓടി വരും കേട്ടോ. ഇവർ ആദ്യം പറയുക 100 റിയാലൊക്കെയാണ് പറയുക. പിന്നെ ഒരു ബാർഗൈൻ ചെയ്ത് ഒരു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ കുതിരൻ്റെ മുകളിൽ കയറി ഞാൻ ആ ഡെസേർട്ടിൽ കൂടി തന്നെ കേട്ടോ അവർ കൊണ്ടുപോവുക. പിന്നെ ഫോട്ടോസൊക്കെ പോലെ തന്നെ എടുത്തു തരും. ഞങ്ങൾ 5 ആൾക്ക് 5 ബഗ്ഗി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയാലോ വലിയ തിരക്കൊന്നുമില്ല. ഇനി ചൂട് കുറവായിനി. ഇപ്പോൾ ക്ലൈമറ്റ് അന്ന ചൂടായില്ല. ഇനി അതുകൊണ്ട് നല്ല ടൈമായി ഞങ്ങൾ പോയ ടൈം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുള്ളവർ ഒരു ഉച്ചക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഒരു 2:30-3 മണിയാകുമ്പോഴേക്കും നമ്മൾ ബഗ്ഗി എടുത്ത് ഞാൻ കയറി പോകണം. എന്നാൽ നമുക്ക് 1 മണിക്കൂറാണ് തരിക. നല്ല ഭംഗിയാണ് ഈ ഡെസേർട്ടിൽ കൂടി ബഗ്ഗി ഓടിക്കാൻ കേട്ടോ. ഇപ്പം നല്ല തിരക്കായിക്ക്. ഒരുപാട് ഫാമിലികളുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ടോ. പോരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലുള്ള വയലാണ് കേട്ടോ ഇത് ഗോതമ്പാണ് എന്നാണ് തോന്നുന്നത്. ഇത് റെഡിക്ക് അറിയില്ല ഗോതമ്പാണോ വേറെ എന്തെങ്കിലും ആണോ നെല്ലാണോ എന്നൊന്നും അറിയില്ല. കണ്ടിട്ട് ഗോതമ്പ് പോലെ തോന്നുന്നുണ്ട്.
ഇത് കൊയ്യാനായ ടൈം ആയില്ല എന്ന് തോന്നുന്നു. അവിടെ ഒക്കെ അതാക്കുന്ന കൊയ്യാനയക്കുന്നു. അതിൻ്റെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുതിരൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇത് ഫുള്ള് പല ടൈപ്പ് കുതിരകളാണ് കേട്ടോ. നമുക്ക് ഇവിടെ കുതിര റൈഡിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് പ്രാക്ടീസൊക്കെ ചെയ്യാൻ ഇവിടെ വന്ന് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കുതിരകളുണ്ട്. ഇവരെന്നെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തി അതിൻ്റെ നീറ്റായിന് കേട്ടോ. അവിടെ ഒരു സ്മെല്ലോ കാര്യമൊന്നുമില്ല. അതിന് ഒരുപാടെണ്ണുണ്ട്. ഓരോന്നിനും ഓരോരോ റൂമുകളാണ് കേട്ടോ. ഇതാ ഇവിടെ ആണ് ഈ ഓരോരോ കുതിരകളെയും കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നേരോ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. ഇതാണ് കേട്ടോ ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നത്. അതിന് ഒരു ട്രെയിനറും ഉണ്ട് കേട്ടോ ഓലെ കൂടെ. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.